ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിൽ നമുക്ക് വെറും 100 രൂപയ്ക്ക് ഒരു ഹൗസ് ബോട്ടിൽ ഞാൻ കയറിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഈ കാണുന്ന സാന്റ മോണിക്ക എന്ന ഒരു ഹൗസ് ബോട്ടിലാണ് ഞാൻ ഇന്നത്തെ എൻ്റെ യാത്ര. വെറും 100 രൂപക്കാണ് ഞാൻ ഇതിൽ കയറിയത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. എന്തായാലും മറൈൻ ഡ്രൈവിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ ഹൗസ് ബോട്ടിൽ കയറിയില്ലെങ്കിലും അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. തൊട്ടടുത്ത് തന്നെ വാട്ടർ മെട്രോയും കാണാം. എന്തായാലും ഞാൻ ഹൗസ് ബോട്ടിൽ കയറുന്നതിന് മുമ്പ് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും കയറുന്നതിന് മുമ്പ് ഞാനൊരു കുലുക്കി സർബത്തും കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് കയറാൻ പോകുന്നത്. ഈ കാണുന്ന ഹൗസ് ബോട്ടിലാണ് ഞാൻ കയറിയത്. വെറും 100 രൂപ മാത്രമായിരുന്നു ടിക്കറ്റ് ചാർജ്. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ സമയം നമുക്ക് ഇതിൽ അകത്ത് ചിലവഴിക്കാനുണ്ട്. ഇതാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചകളൊക്കെ. DJ പാർട്ടി കാര്യങ്ങളൊക്കെ താഴെയും കാണാനായിട്ട് സാധിക്കും. മറൈൻ ഡ്രൈവിൽ നമ്മൾ വരുമ്പോൾ പല റേറ്റിലുള്ള ഹൗസ് ബോട്ടുകളുണ്ട്, പല സെറ്റപ്പിലുമുണ്ട്. എന്തായാലും ഇത് ഏറ്റവും കുറഞ്ഞ ചാർജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് ഞാൻ 2-3 തവണ ഇവിടെ വന്ന് ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അന്നൊക്കെ 200-250 രൂപ റേഞ്ചിൽ വന്നിരുന്നു. എന്തായാലും ഈ ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് നമുക്ക് ഏകദേശം ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും ഇതിനകത്ത് കയറുമ്പോൾ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഈ 2025 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഇതിൽ കയറിയത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും അരമണിക്കൂറോളം ഞാൻ ഇതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഹൗസ് ബോട്ടിൽ ഏകദേശം കുറച്ച് ആളൊക്കെ ആയതിനു ശേഷം മാത്രമാണ് ഇവർ ഈ ഹൗസ് ബോട്ട് ഇവിടുന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം തന്നെ നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സീറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമുക്ക് സീറ്റൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ കയറി ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോഴേക്ക് ഹൗസ് ബോട്ട് ഫുള്ളായി. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടിലെ യാത്ര തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഹൗസ് ബോട്ടിൻ്റെ താഴെ വന്നാൽ നമുക്ക് വേണ്ടവർക്ക് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പും ഇതിന് താഴെയായിട്ടുണ്ട്. അടിപൊളി കാഴ്ചകളൊക്കെ തന്നെയാണ്. എന്തായാലും ഒരു അരമണിക്കൂറോളം നമ്മൾ എന്തായാലും ഹൗസ് ബോട്ടിനകത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് എടുക്കുന്നത് വരെ. ആ സമയത്തൊക്കെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തു കൂടെയൊക്കെ ഒരുപാട് വാട്ടർ മെട്രോ അതുപോലെ ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ടൈം പാസിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും താഴ്ഭാഗത്ത് പോയാൽ നമുക്ക് DJ പ്രോഗ്രാം കാര്യങ്ങളെല്ലാം കാണാം. എന്തായാലും ഇപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര. എന്തായാലും കിടിലൻ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് യാത്ര പോകാവുന്നതാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ കപ്പലുകൾ വരെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു മോർണിംഗിലൊക്കെ പോകുമ്പോൾ ഒന്ന് നന്നായിരിക്കും, അതുപോലെ തന്നെ ഈവനിങ് ടൈമിലും അതിലേറെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വെയിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് യാത്ര എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് പറയാനുള്ളത്, മറൈൻ ഡ്രൈവിലൊക്കെ വരുന്നവർ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യുക, അതുപോലെ നമ്മളെ ഫ്രണ്ട്സായിട്ട്, ഇനി നമ്മൾ ഒറ്റക്കാണെങ്കിൽ പോലും നമുക്ക് ഇതിലൊന്ന് കയറി 1 മണിക്കൂറൊക്കെ ഒന്ന് റിലാക്സ് ആയി വരുന്നത് നന്നായിരിക്കും. ഇന്നത്തെ യാത്രയിൽ ഞാൻ തനിച്ചാണ് പോയത്. ഞാൻ എറണാകുളം വരെ പോയതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ ജസ്റ്റ് ഞാൻ ചുമ്മാ കയറി എന്ന് മാത്രം. എൻ്റെ കൂടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ ഒറ്റക്കാണ് നമ്മളെ ഈ ഹൗസ് ബോട്ടിൽ കയറിയിരുന്നത്. പിന്നെ ഒറ്റക്കാണ് ഹൗസ് ബോട്ടിൽ കയറിയത് അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ ഒറ്റയ്ക്ക് പോയി ഹൗസ് ബോട്ടിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താണോ താല്പര്യം, നമുക്ക് എന്താണോ ഇഷ്ടങ്ങൾ, അത് നമ്മൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. എനിക്കപ്പോൾ അങ്ങനെ പോകണം, ഒരു യാത്ര ചെയ്ത് വരണം തോന്നി, ഞാൻ അങ്ങനെ പോയി, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേരും ഇവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാട്ടോ. ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 50-60 പേരോളം ഉണ്ടായിട്ടുണ്ടാകും. താഴെ ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവിൽ വരുമ്പോൾ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ കയറാം. എന്തായാലും അരമണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് പോയതിന് ശേഷം അടുത്തത് എടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഹൗസ് ബോട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കയറാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ കയറിയത് ഏറ്റവും ലോ റേറ്റ് ആണ്, പക്ഷേ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ചെയ്യും. ആ ഒരു ഹൗസ് ബോട്ട് ആയിരുന്നു ഇത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഹൗസ് ബോട്ട് തിരിച്ച് നേരെ മറൈൻ ഡ്രൈവിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ചെത്താറായി. ആ പോകുന്ന സമയത്ത് ആ കാണുന്നത് ഒരു വാട്ടർ മെട്രോയാണ് കേട്ടോ. അപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിയൊക്കെ പോകണമെങ്കിൽ വാട്ടർ മെട്രോയിൽ യാത്ര പോകാം. ചെറിയ ടിക്കറ്റ് ചാർജേ ഉള്ളൂ. അതൊക്കെയാണ് കേട്ടോ ബസ്സിനൊക്കെ പോകുന്നതിനേക്കാൾ എളുപ്പമാർഗ്ഗം. വളരെ പെട്ടെന്ന് എത്തുന്നതൊക്കെ വാട്ടർ മെട്രോയിലായിരിക്കും. അപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചി പോകുന്നവർക്ക് ആ വാട്ടർ മെട്രോ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മളിപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ മറൈൻ ഡ്രൈവിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിന് മുമ്പ് എറണാകുളത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ മെട്രോയിൽ കയറിയതും ഫോർട്ട് കൊച്ചി പോയതും എല്ലാം തന്നെ ഇതുപോലെ ഹൗസ് ബോട്ടിൽ കയറിയ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. അതെന്തായാലും ഞാനിപ്പോൾ മറൈൻ ഡ്രൈവിൽ തിരിച്ചെത്തി. കുറച്ച് സമയം നമ്മൾ ആ ഹൗസ് ബോട്ട് നോക്കിയിരുന്ന് അങ്ങനെ ടൈമൊക്കെ ചിലവഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു പോന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക.